മിസ്റ്റർ കെ രാജൻ ഇപ്പോൾ ലൈനിലുണ്ട്. മിനിസ്റ്റർ നമ്മളോട് എന്തോ പറയാനുണ്ട്, പ്രേക്ഷകർ എന്തോ അറിയിക്കാനുണ്ട് എന്ന് കരുതിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നത്. മിനിസ്റ്റർ മിനിസ്റ്റർ എന്തോ പങ്കുവയ്ക്കാനുണ്ടല്ലേ? ഇല്ല അരുൺ, ഞാനൊരു ഒരു 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 കാര്യം നേരത്തെ ചോദിച്ചതനുസരിച്ച് പറഞ്ഞതാണ്. ഇന്ന് ഒരു ആഴ്ച തികയാണ് കൃത്യമായിട്ട്. അതെ, ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പൊ ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും കൂടി ഇന്ന് ദുരന്ത മേഖലകൾ പൂർണ്ണമായിട്ടും കവർ ചെയ്യാണ്. രാവിലെ മുതൽ ആരംഭിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ മസ്ജിദിന്റെ മുമ്പിലാണ്. മസ്ജിദിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഓരോ പ്രദേശത്തും പോയി നമ്മൾ ഇന്നൊരു അനലൈസേഷൻ ആരംഭിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാം എന്ന് കരുതിയ ഒരു കാര്യം അതാണ്. ഇന്ന് നമ്മൾ ഒന്ന് അനാലിസിസ് തുടങ്ങുകയാണ്. നാളെ 6 മേഖലകളായി ഇതിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. 6 മേഖലകളിൽ നമ്മുടെ പരിശോധന ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അവർ തന്നെ പരിശോധിക്കുകയാണ്. ഞങ്ങളല്ല, അവർ തന്നെ പരിശോധിക്കുകയാണ്. ആ പോയ സംഘാംഗങ്ങൾ തന്നെ പരിശോധിക്കുകയാണ്. അപ്പൊ അങ്ങനെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനോടൊപ്പം ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ ഒന്ന് പോയി നേരിട്ട് അതിന്റെ നടപടികൾ ഒന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പാറയ്ക്കപ്പുറത്തുള്ള അന്വേഷണ പോയിന്റിലേക്കുള്ള ഹെലികോപ്റ്റർ കോഴിക്കോട് തിരിച്ചു. അത് ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രതിനിധികളെല്ലാം അവിടെയുണ്ട്. SKMG ഗ്രൗണ്ടിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ അവിടുന്ന് പോകാനുള്ള 12 പേരും തയ്യാറായി നിൽക്കുന്നുണ്ട്. മഴ നമ്മളെ ഇന്നൊന്ന് ഗുരുതരമായി ചതിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവൻ കോട ഇറങ്ങിക്കഴിഞ്ഞു. ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ കടന്നു വരുന്ന വഴിയിൽ ഇപ്പോൾ ആ കുരിശുപള്ളിയുടെയും മസ്ജിദിന്റെയും ഇടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ തന്നെ ഇപ്പോൾ വലിയ കോട ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇന്ന് രക്ഷാ ദൗത്യത്തിന് അതല്ലെങ്കിൽ അന്വേഷണ ദൗത്യത്തിന് ഒരു ചെറിയ പ്രതിസന്ധി രാവിലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നമ്മുടെ മൂവ്മെന്റ് ഒക്കെ ക്ലിയർ ആണ് എങ്കിലും ഈ കോടയും മഴയും, മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോടയും മഴയും ഒരു ചെറിയ പ്രതിസന്ധി ഇന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. 7ാം ദിവസം എത്തിച്ചേർന്ന 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന ഈ പ്രഭാതത്തിൽ. ഓക്കെ മിനിസ്റ്റർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, നമ്മളിത് ഒരു അനിശ്ചിതത്വം ഉണ്ട് ഇതിനകത്ത്. എന്നാൽ ചോദിക്കുകയാണ്, ഞാനിന്നലെ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് എത്ര കാലം നമ്മൾ തെരയും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ? വളരെ വളരെ ക്ലിയർ ആണ്. അത് നമ്മളൊന്ന് ചെറുതാക്കി കൊണ്ടുവരികയാണ്. വളരെ വിപുലമായിട്ടുള്ള ഈ ക്യാമ്പസ് ഒന്ന് ചെറുതാക്കി കൊണ്ടുവന്ന് നമ്മൾ ഓരോ പ്രദേശത്തും ഇന്നും നാളെയുമായി നടക്കുന്ന അനാലിസിസിലൂടെ ഇനി കയറേണ്ടതും ഇനി അന്വേഷിക്കേണ്ടതുമായ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് കൂടി ബോധ്യപ്പെടും. ആ വിധത്തിലാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ മൈന്യൂട്ടായി നമ്മുടെ നേരിട്ട് അന്വേഷണം അവസാനിപ്പിക്കുക എന്ന വിധത്തിലല്ല. ഏതൊക്കെയാണോ അവരവരുടെ ഡ്യൂട്ടികൾ അവസാനിപ്പിക്കേണ്ടത് അവരത് പ്രത്യേകമായി തയ്യാറാക്കി അവരുടെ കൂടി റിക്വസ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കും. നമ്മളിത് അവസാനത്തെ ആളെയും കണ്ടെത്താൻ വിധത്തിലുള്ള പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോകും. 216 മിസ്സിങ്ങിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ 154 ഇന്നലെ വൈകുന്നേരം മാറിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ ആ മിസ്സിംഗ് ആയ ആളുകളുടെ അവസാനത്തെ ലിസ്റ്റ് പുറത്തുവിടും. ആ ലിസ്റ്റ് പുറത്തുവിട്ടാൽ അതിൽ ആളുകളെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് 2 ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെ വരുന്ന ആ ലിസ്റ്റ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാൻ കഴിയും. ആ ലിസ്റ്റ് വെച്ച് ഇനി നമുക്കൊന്നുകൂടി പരിശോധിക്കാം. അതുകൂടി കഴിഞ്ഞിട്ട് വേണം അവസാനത്തെ സ്ഥിതിയിലേക്ക് പോകാൻ. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിനിസ്റ്റർ.